ഇനി അടിപ്പാവാട വേണമെങ്കിലും ഞാൻ കഴുകും. പറവൂരിൽ ഇത്തവണ എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം എന്ന ലക്ഷ്യത്തോടെ വി ഡി സതീശൻ നടത്തുന്ന PR ക്യാമ്പയിനെ മറികടക്കുവാൻ KC വേണുഗോപാൽ ശ്രമം തുടങ്ങിയിട്ട് ആഴ്ചകൾ കുറേയായി. സതീശൻ PR ക്യാമ്പയിന് കോടികൾ മുടക്കി പണി നടത്തുമ്പോൾ KC ഏതോ കൂറ PR ഏജൻസികളെയാണ് വെച്ചത് എന്ന് വ്യക്തം. സതീശൻ താൻ വലിയ ഒരു വിഷണറിയാണെന്ന് കാണിക്കുവാൻ കാശ് മുടക്കി വലിയ സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടത്തുകയും മാധ്യമങ്ങൾക്കും PR ഏജൻസികൾക്കും കോടികൾ മുടക്കി അഭിപ്രായ സർവേകൾ നടത്തി താനാണ് അടുത്ത മുഖ്യൻ എന്ന് ജനങ്ങൾ കരുതുന്നു എന്നൊക്കെ തരത്തിലുള്ള കള്ള റിപ്പോർട്ടുകൾ മറച്ചുവിടുമ്പോൾ KC വേണുഗോപാൽ ആകട്ടെ അടുക്കളം നിരങ്ങിയും അടിപ്പാവാട കഴിയും നടക്കുകയാണ്. KC സാധാരണക്കാരോടൊപ്പം എന്ന ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുവാനാവണം KC തൊഴിലുറപ്പ് സ്ത്രീകളോടൊപ്പം ഇരുന്ന് കപ്പ പുഴുങ്ങിയതും കാന്താരി പൊട്ടിച്ചതും ഒക്കെ കഴിക്കുന്നതും അടുക്കളയിൽ കയറി കലത്തിൽ തവിയിട്ടിളക്കുന്നതും ഉപ്പ് നോക്കുന്നതും മാത്രമല്ല സ്വിഗ്ഗി ഫുഡ് ഡെലിവറി നടത്തുന്നവരുടെ ബൈക്കിന് പുറകിൽ കയറി അവരുടെ വിഷമതകൾ മനസ്സിലാക്കുവാൻ എന്ന വ്യാജേന യാത്ര നടത്തി PR പണി നടത്തുന്നതും. വേണുഗോപാലെ, ഇതൊക്കെ വളരെ നല്ലത് തന്നെ. പക്ഷേ ഇത്രയും കാലം ഇവരെ തിരിഞ്ഞു നോക്കാതെ ഇലക്ഷൻ പടിവാതിക്കലെത്തി നിൽക്കുമ്പോൾ ഇത്തരം ഏമാത്ത പരിപാടിയുമായി വന്ന് ഇത്തരം പ്രഹസനം കാണിച്ചാൽ അമ്മമാർ കരിഞ്ഞ മീൻചട്ടിയെടുത്ത് തന്റെ തലക്കടിക്കില്ലേ? ആ പാവങ്ങളെ താങ്കളുടെ PR ഏജൻസി പറഞ്ഞ് സെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അവർ ഈ നാടകത്തിനൊക്കെ കൂട്ടുനിന്നത്. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ടുകളാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുവാൻ അവർ വെറും യൂത്ത് കോൺഗ്രസ് ആണെന്നാണോ വേണുഗോപാലെ താങ്കൾ കരുതുന്നത്? ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ആലപ്പുഴ കോവാലൻ വെറും ലോ കമാൻഡായി അടുക്കളകളിൽ കയറി മെഴുകി താൻ ഒരു ജനകീയനാണ് എന്ന് റീൽസ് എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് നമുക്കൊന്ന് കാണാം. എനിക്ക് ഏറ്റവും ഇഷ്ടം എടുക്കാൻ മതി. എനിക്ക് മുറിയെ പറ്റി പറഞ്ഞില്ല. ഇരിയുണ്ടല്ലേ, നല്ല ഇരിയ. ഫ്രണ്ട് പേജിൽ ഒരു പേരിലും വരില്ല. ഇതൊക്കെ മറ്റേ ഫയൽ വെക്കാൻ സംഭവിച്ച കൊടുക്കാൻ അല്ലടാ. ഇനി തൊഴിലുറപ്പുകാരുടെ ഇടയിൽ കയറി വിരകി താൻ അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ആ റീൽസ് പിടുത്തം നമുക്കൊന്ന് കാണാം. ഇനി തൊഴിലുറപ്പ് പണിക്കാർ 10 മണിക്ക് കഴിക്കുവാൻ കൊണ്ടുവന്ന ആ കൊഴുക്കട്ട എടുത്ത് നിന്നുകൊണ്ട് താൻ വലിയ ഹൈക്കമാൻഡർ ആണെങ്കിലും ആ ഭാവമൊന്നുമില്ല, വെറും സാധാരണക്കാരനാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള റീൽസ് പിടുത്തം കാണാം. കൊഴുക്കട്ടയാണോ? ഫോട്ടോയിൽ പെടാനാണ് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കും പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ നിൽക്കും പറയുന്നത് ഞാറ്റുപാട്ടൊന്നും പാടാൻ അറിയില്ലേ? കൊയ്ത്തുപാട്ട് പാടിക്കൊടുക്കാൻ വെച്ച് കോവാലിനൊരു റീൽസ് ഒക്കെ പിടിക്കട്ടെ. തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയല്ലേ? ഒരു പാട്ടൊന്ന് പാടിയേ. എനിക്ക് കേൾക്കാം.
പോട്ടെ പയ്യ വേണ്ട ഒന്നുകൂടി എടുക്കും. ഞാൻ തരാം. എന്നാ വെച്ചു. ശരി നടന്നില്ല മക്കളെ. ഓക്കെ ആയിക്കോട്ടെ. ഇങ്ങനെ എപ്പോഴെങ്കിലും വന്നാ ഇങ്ങനെ വന്നൊക്കെ സന്തോഷിക്കാം. വൗ! കൊഴുക്കട്ടയ്ക്കകത്ത് തേങ്ങാപ്പിരയും മധുരവും എങ്ങനെ കയറിപ്പറ്റി എന്ന അത്ഭുതം കൂറിയിട്ടാണത്രേ കോവാലൻ പോയത്. പണ്ട് മാവടയും ചുട്ടു നിന്ന് ഓട്ടത്തൂരി നടന്ന മുതലാണ് ഇന്ന് വന്ന് നിന്ന് ഈ പ്രഹസനം കാണിക്കുന്നത് എന്ന് നാട്ടുകാർക്കറിയില്ല എന്നാണ് പുള്ളി കരുതുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ന്യൂജൻ തൊഴിലാളി വർഗമായ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ബോയ്സിൻ്റെ കഷ്ടപ്പാടുകൾ നേരിട്ട് അനുഭവിച്ചറിയുവാൻ അവരോടൊപ്പം ബൈക്കിൽ കയറി പോകുന്ന ആലപ്പുഴ കോവാലൻ്റെ ആ ശുഷ്കാന്തിയാണ്. നമുക്ക് ആ ശുഷ്കാന്തി ഒന്ന് കാണാം. നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം നമ്മളെ കൊണ്ട് പറ്റും നീ അടിച്ചോ നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം നിസ്സാരം കൊണ്ട് പറ്റും നീ അടിച്ചോ നിസ്സാരം. അല്ല പറയായിരുന്നു അവരുടെ ഒരു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മാനസിക സമ്മർദ്ദങ്ങളാണ്. ഒരു ഓർഡർ കിട്ടി ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിക്കാൻ 28 ഓർഡർ വരെ ഒരു ദിവസം ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. 28 ഓർഡർ. ഈ 28 ഓർഡറും കംപ്ലീറ്റ് ചെയ്യണം. ഒരു ദിവസം 15-16 മണിക്കൂർ വേണം. 16-17 മണിക്കൂർ 24 മണിക്കൂറിൽ അത് ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്താലാണ് അവർക്ക് ഇതിനിടയിൽ ഉണ്ടാകുന്ന നമുക്കറിയാം. ഇപ്പം അതിൻ്റെ മെൻ്റൽ പ്രഷറാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓർഡർ എത്തിക്കാനുള്ള അത് വൈകിയ അപ്പം അവർ ക്യാൻസൽ ചെയ്യും. കാരണം അവരുടെ ഇത് കംപ്ലീറ്റ് AI മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ ഇതനുസരിച്ച് മോണിറ്റർ ചെയ്ത് കമ്പനി മോണിറ്റർ ചെയ്ത് എവിടെ അവരിപ്പോൾ പറയായിരുന്നു ഒരു ഡൈവേർഷൻ എടുത്താൽ എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി ആ ട്രാഫിക് ബ്ലോക്കിനെ മറികടക്കാൻ ഒരു ഡൈവേർഷൻ എടുത്ത് പോയാൽ അപ്പോൾ ക്യാൻസൽ ചെയ്യും. അതാണ് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു യാത്രയായിട്ടത് മാറി. ട്രോളുകളെ ഉണ്ടാവുന്നത് നല്ലതല്ലേ വേണുഗോപാലെ? ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് വന്നതെന്ന് ഈ പ്രഹസനം കാണിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, താൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നാണമുണ്ടോ മലരെ നിനക്ക് ഈ പ്രഹസനങ്ങൾ കാണിക്കുവാൻ? റീൽസ് അല്ല റിയൽ വർക്കിലാണ് കാര്യം എന്നും പറഞ്ഞ് രാഹുലിനെയും ഷാഫിയെയും കളിയാക്കിയ വി ഡി സതീശൻ തന്നെ റീൽസ് ഇട്ടിപ്പോൾ നാട്ടുകാരെ വെറുപ്പിച്ച് പണ്ടാരമടക്കുമ്പോൾ ഇതാ ആലപ്പുഴ കോവാലൻ്റെ അതിലും അളിഞ്ഞ റീൽസുകൾ. കോൺഗ്രസിലെ മിടുമിടുക്കന്മാരായ ആമ്പിള്ളാരെ തേൻകണിയിൽപ്പെടുത്തി റീൽസും PR പണിയുമായി നടക്കുന്ന മോന്മാരെ, നിനക്കൊക്കെ പോയി വേറെ വല്ല പണിയും ചെയ്തുകൂടെ? നിന്നെപ്പോലെയുള്ള മോന്മാരാണ് ഈ നാടിന് തന്നെ ആപത്തും അപമാനവും. സതീശ, ആലപ്പുഴ കോവാല, നീക്കെ പോയി രാഹുലിനെ കൊടുക്കുവാൻ ഇറക്കിയ നിന്റെയൊക്കെ കളിക്കൂട്ടുകാരികളുടെ ആ പാവാട അലക്കി കൊടുത്ത് ഒരു റീൽസ് ഇട്. അതാണ് ഇതിലും ഭേദം. ദേശീയതലത്തിൽ കോൺഗ്രസിനെ വട്ടപൂജ്യമാക്കിയ, രാഹുൽ ഗാന്ധിയെ തേൻകണിയിൽപ്പെടുത്തി ബന്ദിയാക്കിയ ആലപ്പുഴ കോവാലൻ കേരളത്തിലെത്തി റീൽസ് പിടിക്കുവാൻ അടുക്കളകൾ നിരങ്ങുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാവ് മണിശങ്കർ അയ്യർ കേരളത്തിൽ വന്ന് ഈ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. Because he is the worst organizing secretary the Congress party has ever had. He's a rowdy. And how can you make him the Vallabhbhai Patel of the Indian National Congress in the 21st century? I have met him only once. I have had organizing secretaries like Oscar Fernandez and Ahmed Patel, who are politeness personified. I went to see KC Venugopal because in the 2019 election, after conceding Mailadurai to Stalin, Rahul Gandhi from the aircraft made KC Venugopal ring me to say that he has an arrangement with the DMK that we will be given, but it's a secret arrangement, that we will be given one seat in the Rajya Sabha. And KC Venugopal told me that Rahul has asked him to say, tell me that I am the candidate. I went to see the man to find out if that promise was going to be fulfilled. And he threw me out. Can you imagine such a barbarian
in the place of Sardar Patel? വേണുഗോപാലെ, താൻ എന്തൊക്കെ പരിശ്രമിച്ചാലും PR പണി ചെയ്താലും താൻ ഇത്രക്കേ ഉള്ളൂ. കോൺഗ്രസിലെ മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരെ തേൻകണിയിൽപ്പെടുത്തി മാറ്റി നിർത്തി കൊട്ടത്തേങ്ങ പരുവമായ മുതുകാളകൾ കാണിക്കുന്ന ഈ പേക്കുത്തുകൾ, ഈ കോപ്രായങ്ങൾ കണ്ട് സഹികെട്ട് ജനങ്ങൾ ചോദിക്കുകയാണ്, നിനക്കൊന്നും ഉളുപ്പില്ലേ മോന്മാരെ? ഉളുപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.